നമസ്കാരം. ഞാൻ ഡോക്ടർ ഉപാസന രത്നാകരൻ, കാർഷിക കോളേജ് അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്നു. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം പാലിന്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും മൂല്യം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നാണ്. അതുകൂടാതെ ഞാൻ പാലിന്റെ ഘടകങ്ങളും പറ്റി സംസാരിക്കുന്നതാണ്. പുതിയതായി ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ക്ഷീര കർഷകർ അറിയാൻ വേണ്ടി ഉള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ക്ഷീര ഉൽപാദനത്തിന് വേണ്ടി നമ്മൾ ഒരു സ്ഥലം കണ്ടെത്തുമ്പോൾ ജനവാസം കുറഞ്ഞതും ജലലഭ്യത ഉള്ളതും വാഹന സൗകര്യമുള്ളതും അതുപോലെ ചാണകം തുടങ്ങിയവ സംസ്കരിക്കാനുള്ള സൗകര്യം ഉള്ളതും ആയിരിക്കും. കൂടാതെ ഒരു ബയോഗ്യാസ് പ്ലാന്റിനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. നല്ല ഗുണമുള്ള പാൽ ലഭിക്കുവാൻ വേണ്ടി പശുക്കളെ വളരെ വൃത്തിയോടും ശ്രദ്ധയോടും പരിപാലിക്കണം. തത്ഫലമായ പാലിന്റെ മൂല്യം വർദ്ധിക്കുന്നു. അതുപോലെ ഗുണമുള്ള പാലും പാൽ ഉൽപ്പന്നങ്ങളും ക്ഷീരകർഷകന്റെ ആദായം വർദ്ധിപ്പിക്കുന്നു. ഒരാൾക്ക് ഒറ്റയ്ക്കോ കൂട്ടമായോ ക്ഷീര വ്യവസായം തുടങ്ങാവുന്നതാണ്. ഇപ്പോൾ ലഭ്യമായ 20ാം ലൈഫ് സ്റ്റോക്ക് സെൻസസ് പ്രകാരം പാൽ ഉൽപാദനത്തിൽ ഇന്ത്യ ലോകത്തിൽ തന്നെ 1ാം സ്ഥാനത്തിലാണ്. ഇന്ത്യയിലെ ക്ഷീര ഉൽപാദനം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 6.5% വർദ്ധിച്ചിരിക്കുന്നു. നമ്മുടെ ക്ഷീര കർഷകരുടെ കഴിവാണ് ഈ വർധനത്തിന് പിന്നിൽ ഉള്ളത്. ലോകത്തിലുള്ള മൊത്തം പാൽ ഉൽപാദനത്തിന്റെ 20.17% നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ്. അതുപോലെ ഇന്ത്യയിലെ പാൽ ഉൽപാദനത്തിന്റെ ഭൂരിഭാഗം ഉത്തർപ്രദേശിൽ നിന്നാണ്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാലിന്റെ 35% എരുമപ്പാലിൽ നിന്നാണ്. അതുപോലെ തന്നെ 26% സങ്കരം ഇനം പശുവിൽ നിന്നാണ്. അടുത്തതായി നമുക്ക് ക്ഷീര ഉൽപ്പന്നങ്ങളുടെ സ്ഥിതി വിവര കണക്കുകൾ പറയാം. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാലിന്റെ ശരാശരി വാർഷിക കണക്ക് നോക്കിയാൽ 187.75 ദശലക്ഷം ടണ്ണാണ്. അതുപോലെ ഇറച്ചി ഉൽപാദനം 8.11 ദശലക്ഷം ടണ്ണാണ്. മുട്ട ഉൽപാദനം 103.32 ബില്യൺ ആണ്. അതുപോലെ ശരാശരി ഒരു മനുഷ്യന് പ്രതിദിനം ആവശ്യമുള്ള പാലിന്റെ അളവ് 394 ഗ്രാമും ഒരു വർഷത്തേക്ക് 79 മുട്ടയും ആണ്. ICMRയുടെ കണക്ക് പ്രകാരം ഒരു മനുഷ്യൻ പ്രതിദിനം ഉപയോഗിക്കേണ്ട പാലിന്റെ അളവ് 280 ഗ്രാമും ഒരു വർഷത്തിൽ 11 കിലോ ഇറച്ചിയും 182 എണ്ണം മുട്ടയും ആവശ്യമാണ്. നമുക്കിനി പാലിൽ അടങ്ങിയ ഘടകങ്ങളും എന്താണ് നോക്കാം. മനുഷ്യർ, ജന്തുക്കൾ, സസ്തനികൾ തുടങ്ങിയവയിൽ നിന്ന് അധര്യവും വെളുത്ത നിറമായ ഒരു ദ്രാവകമാണ് പാൽ. ധാരാളം ധാതുക്കളും പ്രോട്ടീനും ഷുഗറും ഫാറ്റും അടങ്ങിയിരിക്കുന്നു. ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് ജീവൻ നിലനിർത്താൻ വേണ്ട അത്യാവശ്യ പോഷക ഘടകങ്ങൾ കൊണ്ട് സമ്പന്നമായ ഉൽപ്പന്നമാണ് പാൽ. ഇനി പാലിന്റെ ഘടകങ്ങൾ നമുക്ക് രണ്ടായി വേർതിരിക്കാം. പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഒന്നാണ് ജലം, 87.5%. ബാക്കിയുള്ളത് 12.5% ധാതു ലവണങ്ങളാണ്. ഈ ധാതു ലവണങ്ങൾ നമുക്ക് രണ്ടായി വേർതിരിക്കാം: കൊഴുപ്പ് അടങ്ങിയതും കൊഴുപ്പ് അടങ്ങാത്തതും. ഇതിൽ കൊഴുപ്പ് അടങ്ങിയത് 3.8%, 8.7% കൊഴുപ്പ് അടങ്ങാത്തതുമാണ്. ഈ 8.7% കൊഴുപ്പ് അടങ്ങാത്തവയിൽ 3.3% പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം അടങ്ങിയിരിക്കുന്നു. 4.6% ലാക്ടോസും പിന്നെ 0.8% ധാതുക്കളും വിറ്റാമിൻസും അടങ്ങിയിരിക്കുന്നു. പാൽ ഉൽപ്പാദിക്കുന്ന ജീവജാലങ്ങൾ, മനുഷ്യർ, ജന്തുക്കൾ, സസ്തനികൾ തുടങ്ങിയവയിൽ പോഷക സമൃദ്ധി ഒരുപോലെ തന്നെ ആണ്. എന്നിരുന്നാലും അളവ് തൂക്കത്തിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഈ കാണുന്ന കുപ്പികൾ നിറച്ചിരിക്കുന്ന പാലിൽ കെരോട്ടീൻ എന്ന പദാർത്ഥം അടങ്ങിയിരിക്കുന്നതിനാൽ മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്ന ഇത് പശുവിൻ പാലാണ്. ശുദ്ധ വെളുത്ത നിറത്തിൽ കാണപ്പെടുന്ന എരുമപ്പാലാണ്. ഇതിൽ കെരോട്ടീൻ എന്ന പദാർത്ഥം വളരെ കുറവായതിനാൽ വെളുത്ത നിറത്തിൽ കാണപ്പെടുന്നു. ഇന്ത്യയിൽ എരുമപ്പാലിൽ നിന്നാണ് 50%ഓളം പാൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതുപോലെ മികച്ച വിളവും ഗുണനിലവാരവും എരുമപ്പാലിൽ നിന്നാണ് കിട്ടുന്നത്. പാലിൽ നിന്ന് സംസ്കരിച്ചുള്ള വെണ്ണ, നെയ്യ്, ഐസ്ക്രീം, തൈര്, സംഭാരം തുടങ്ങിയ മധുര പലഹാരവും പാനീയങ്ങളും നല്ല ഗുണനിലവാരം ഉള്ള പാൽ ഉപയോഗിച്ച് വേണം പാൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കേണ്ടത്. അങ്ങനെ ഉൽപ്പാദിക്കുന്ന ഉൽപ്പന്നങ്ങൾ ആരോഗ്യപരമായ ഗുണങ്ങളും പ്രദാനം ചെയ്യും. അടുത്തതായി നമുക്ക് പാലിന്റെ നിയമപരമായ മാനദണ്ഡങ്ങൾ എന്താണെന്ന് നോക്കാം.
ക്ഷീര കർഷകരുടെ ഫാമിൽ നിന്ന് ലഭിക്കുന്ന പാലിന്റെ ഗുണമേന്മ അനുസരിച്ചാണ് വിലയും മൂല്യവും നിശ്ചയിക്കപ്പെടുന്നത്. ക്ഷീര കർഷകരിൽ നിന്ന് നേരിട്ട് പാൽ സൊസൈറ്റികൾ വഴി സംഭരിക്കുന്നു. ഈ പാലിന്റെ ഗുണനിലവാരം സൊസൈറ്റി തന്നെ പരിശോധിച്ചു വിതരണം ചെയ്യുകയും ഇങ്ങനെ വിതരണം ചെയ്യുന്ന പാലിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കൾ, അതായത് ഫാറ്റും SNF-ന്റെ അളവ് നോക്കിയാണ് വില നിശ്ചയിക്കപ്പെടുന്നത്. അതിനായി ക്ഷീര കർഷകന് ഏത് തരത്തിലുള്ള വിപണി കേന്ദ്രങ്ങളും ആവശ്യമനുസരിച്ച് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്കറിയാം, മാർക്കറ്റിൽ വിവിധ തരം പാക്കറ്റ് പാലുകൾ ലഭ്യമാണ്. പാലിന്റെ ഗുണനിലവാരം പിന്നെ പാക്കേജിങ്ങും അനുസരിച്ചാണ് വില നിശ്ചയിക്കപ്പെടുന്നത്. ടോൺഡ് മിൽക്ക്, സ്റ്റാൻഡേർഡ് മിൽക്ക്, ഡബിൾ ടോൺ മിൽക്ക്, സ്കിം മിൽക്ക്, ഇങ്ങനെ വിവിധ തരം പാൽ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ലഭ്യമാണ്. ടോൺ മിൽക്ക്, ഇതിൽ കൊഴുപ്പ് അടങ്ങിയത് 3%, കൊഴുപ്പ് അടങ്ങാത്തത് 8.5%. സ്റ്റാൻഡേർഡൈസ് മിൽക്ക്, കൊഴുപ്പ് അടങ്ങിയത് 4.5%, SNF 8.5%. ഡബിൾ ടോൺ മിൽക്ക്, കൊഴുപ്പ് ഇതിൽ വളരെ കുറവാണ്, അതായത് 1.5%. പിന്നെ സ്കിൻ മിൽക്ക്, ഇത് കൊഴുപ്പ് മാറ്റിയ പാലാണ്. ഇതിൽ മാക്സിമം കൊഴുപ്പിന്റെ അളവ് 0.5% മാത്രമേ ആവാൻ പാടുള്ളൂ. ഇങ്ങനെയുള്ള പാക്കറ്റ് പാലുകൾ തിരഞ്ഞെടുക്കുമ്പോൾ FSSAI, അതായത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ടോ എന്ന് ഈ പാക്കറ്റ് പാലിൽ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ വരുന്നത് പശുവും പാലും എരുമപ്പാലും. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കൊഴുപ്പിൽ മാത്രമാണ്. അത് വേറെ ധാതു ലവണങ്ങളിൽ അങ്ങനെ വ്യത്യാസം കാണാറില്ല. പശുവിൽ പാലിൽ 3.5% കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു. എരുമപ്പാലിൽ 5% കൊഴുപ്പാണ് ഉള്ളത്. ഞാൻ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുന്ന വിവിധ തരം പാലിന്റെ ചിത്രങ്ങൾ കാണിച്ചു തരാം. അതിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളും പിന്നെ ഉപയോഗിക്കേണ്ട രീതിയും പറയാം. ഈ കാണുന്ന പച്ച പാക്കറ്റാണ് പാസ്ചറൈസ്ഡ് സ്റ്റാൻഡേർഡ് മിൽക്ക്. ഇതിൽ കൊഴുപ്പിന്റെ അളവ് 4.5%. ഈ ടൈപ്പ് പാല് നമുക്ക് സാധാരണമായി പായസം, മറ്റ് മധുര പലഹാരങ്ങൾക്കും ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. നെക്സ്റ്റ് കാണുന്നതാണ് നീല കളർ പാക്കറ്റ് ഉള്ളത്. അത് പാസ്ചറൈസ്ഡ് പക്ഷെ ഹോമോജനൈസ്ഡ് ടോൺ മിൽക്ക് ആണ്. അപ്പൊ ഹോമോജനൈസ്ഡ് എന്ന് വെച്ചാൽ ഇതിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പാലിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പിനെ പാലിൽ തന്നെ ലയിപ്പിക്കുന്നു. അതാണ് ഈ ഹോമോജനൈസ്ഡ് എന്ന അർത്ഥം. നമ്മൾ ദിനപ്രതി ഈ ടൈപ്പ് പാലാണ് അധികമായി ഉപയോഗിക്കുന്നത്. കട്ട തൈര് ഉണ്ടാക്കാൻ ഈ ടൈപ്പ് പാല് വളരെ നല്ലതാണ്. അടുത്ത് കാണുന്നതാണ് പാസ്ചറൈസ്ഡ് ടോൺഡ് മിൽക്ക്. ഇതിൽ കൊഴുപ്പ് അടങ്ങിയത് 3%, SNF 8.5%. ഈ ടൈപ്പ് പാല് കുട്ടികൾക്ക് വളരെ ഉപകരണമാണ് ഈ പാൽ. ഓക്കെ, അടുത്തതായി പറയുന്നത് ഈ ഓറഞ്ച് പാക്കറ്റ് പാലാണ്. അതാണ് ഡബിൾ ടോൺ മിൽക്ക്, അല്ലെങ്കിൽ ഇതിനെ സ്മാർട്ട് മിൽക്ക് എന്ന് പറയും. ഇതിൽ കൊഴുപ്പിന്റെ അളവ് 1.5%, അതായത് കൊഴുപ്പിന്റെ അംശം വളരെ കുറവാണ്. അതുകൊണ്ട് ഈ ടൈപ്പ് പാല് നമുക്ക് വയസ്സായവർക്കും അതുപോലെ തന്നെ ഹൃദയ സമ്പന്നമായവർക്കും അതുപോലെ തടി കുറക്കാനുള്ള ആൾക്കാർക്കും ഈ ടൈപ്പ് പാല് വളരെ നല്ലതാണ്. ഇപ്പൊ ക്ഷീര കർഷകർ ഈ ടൈപ്പ് പാക്കറ്റ് പാൽ അല്ലെങ്കിൽ പാസ്ചറൈസ് പാൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ FSSAIയുടെ സർട്ടിഫിക്കറ്റ് നേരിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ FSSAIയുടെ നിയമപ്രകാരം മാത്രമേ ഈ ടൈപ്പ് പാല് ഉൽപ്പാദിപ്പിക്കേണ്ടതുള്ളൂ. ക്ഷീര കർഷകൻ പാൽ ഉൽപ്പാദിപ്പിച്ച സൊസൈറ്റികൾ വഴിയും മറ്റു വിപണിയിൽ വഴിയുമാണ് ഉപഭോക്താക്കളിൽ എത്തിക്കുന്നത്. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന പാലിന്റെ ഗുണനിലവാരവും ഉണ്ടാക്കുന്ന രീതിയും അനുസരിച്ചാണ് അതിന്റെ മൂല്യം നിർണ്ണയിക്കപ്പെടുന്നത്. മറ്റേത് ബിസിനസ് പോലെ സമൂഹത്തിൽ പൊതുവായി താല്പര്യങ്ങളും ഡിമാൻഡും അനുസരിച്ച് വേണം ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കാൻ. എന്നാൽ മാത്രമേ മൂല്യവർധന ലഭിക്കുകയുള്ളൂ. അടുത്തതായിട്ട് പറയാനുള്ളത് വിവിധ തരം പാൽ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ 5 വേർതിരിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യത്തേതാണ് പാൽ പിരിച്ച ഉൽപ്പന്നങ്ങൾ. അതിൽ പെടുന്നതാണ് പനീർ, ചന്ന, രസഗുല്ല. രണ്ടാമത്തേതാണ് പാൽ വറ്റിച്ച ഉൽപ്പന്നങ്ങൾ. അതിൽ വരുന്നത് ഖോവ, പേട, ബർഫി. മൂന്നാമത് കൊഴുപ്പ് കൂടിയ ഉൽപ്പന്നങ്ങൾ. അതിൽ വരുന്നതാണ് ക്രീം, നെയ്, ബട്ടർ.
നാലാമത്തതാണ് പാല് പുളിപ്പിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, അതായത് തൈര്, ലസ്സി, യോഗട്ട് എന്നൊക്കെ വരും. പിന്നെ അഞ്ചാമത്തതാണ് പാൽ ശീതീകരിച്ചുള്ള ഉൽപ്പന്നങ്ങൾ. അതിൽ വരുന്നതാണ് ഐസ്ക്രീം, പിന്നെ സിപ്പപ്പ്, പിന്നെ കുൽഫിയൊക്കെ വരും അതിൽ. ഇതൊക്കെയാണ് പാൽ കൊണ്ടുള്ള വിവിധ തരം ഉൽപ്പന്നങ്ങൾ. ഇനി ഞാൻ കുറച്ച് ചിത്രങ്ങൾ കാണിച്ചിട്ട് ഇത് എന്തൊക്കെയാണെന്ന് പറയാം. കൊഴുപ്പ് കൂടിയ ഉൽപ്പന്നങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രീം, ബട്ടർ, ഗീ, ബട്ടർ ഓയിൽ. ക്രീം എന്താണ്? ക്രീം പാലിൽ നിന്ന് തരം തിരിച്ച് എടുക്കുന്ന കൊഴുപ്പ് കൂടിയ ഉൽപ്പന്നമാണ് ക്രീം. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു ക്രീം സെപ്പറേറ്റർ വെച്ച് നമുക്ക് പാലിൽ നിന്ന് ക്രീമും സ്കിം മിൽക്കും സെപ്പറേറ്റ് ചെയ്യാം. ഈ സ്കിം മിൽക്ക് അല്ലെങ്കിൽ കൊഴുപ്പ് മാറ്റിയ പാൽ നമുക്ക് തൈരോ, മോരോ, യോഗട്ട് എന്നുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കാം. ഈ നമ്മൾ ശേഖരിച്ച ക്രീം നമുക്ക് ക്രീമായിട്ട് തന്നെ വിൽക്കാം. ഈ ക്രീം നമുക്ക് ഐസ്ക്രീം ആയിട്ടോ, അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ആയിട്ടോ, അല്ലെങ്കിൽ പിന്നെ ഫ്രഷ് ക്രീം ആയിട്ടോ നമുക്ക് വിപണിയിൽ വിൽക്കാം. അല്ലെങ്കിൽ ഈ ക്രീം നമുക്ക് കണ്ടിച്ചിട്ട് ബട്ടറാക്കി മാറ്റാം. അടുത്തതായിട്ട് പറയാനുള്ള ബട്ടറിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് 2 ഐറ്റംസ് കിട്ടും, അതായത് ബട്ടർ ഓയിലും നെയ്യും. അപ്പൊ എന്താണ് ഈ ബട്ടർ ഓയിൽ? ബട്ടർ ഓയിൽ എന്ന് വെച്ചാൽ ബട്ടറിൽ നിന്ന് റിഫൈൻ ചെയ്തെടുക്കുന്നതാണ് ഈ ബട്ടർ ഓയിൽ. ബട്ടർ നമ്മൾ 80 ഡിഗ്രി സെൽഷ്യസിന് താഴെ ഉരുക്കിയാൽ മാത്രമേ ബട്ടർ ഓയിൽ ലഭിക്കുകയുള്ളൂ. നെയ്യ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബട്ടർ 100 മുതൽ 140 ഡിഗ്രി സെൽഷ്യസിൽ ഉരുക്കിയാൽ മാത്രമേ നമുക്ക് നെയ്യ് ലഭിക്കുകയുള്ളൂ. ഈ ബട്ടർ ഓയിലും നെയ്യും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ബട്ടർ ഓയിൽ ഒരു ദ്രാവക രൂപത്തിലും, നെയ്യ് കുറച്ച് തരിതരി പോലെ ഉണ്ടാവും കാണാൻ. പിന്നെ ബട്ടർ ഓയിലും നെയ്യിന്റെ മണത്തിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ ബട്ടർ ഓയിൽ നെയ്യിന്റെ അത്ര മണം ഉണ്ടാവില്ല. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി ശീലമാക്കി വൃത്തിയോടും ശുദ്ധമായും ക്ഷീരകർഷകർ വ്യവസായം ആരംഭിച്ച് നേട്ടങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളെ അടുത്ത ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ കൃഷ്ണശ്രീ ആണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഉപാസന. അപ്പൊ ഉപാസന മേഡത്തിന്റെ ക്ലാസ്സുകൾ നമുക്ക് മനസ്സിലായി പാലിന്റെ ഉൽപാദനക്ഷമത എത്രത്തോളം ഉണ്ട് നമ്മുടെ രാജ്യത്ത് നിന്ന്. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ഒരു വസ്തുതയാണ് പാലിന്റെ സൂക്ഷിപ്പ് കാലം വളരെ കുറവാണ് എന്നുള്ളത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പാലിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഒരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട ഒരുപാട് വെറൈറ്റിയിൽ തന്നെ, അല്ലെങ്കിൽ പല ടൈപ്പില് പാലുകൾ തന്നെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കൊഴുപ്പ് സമ്പുഷ്ടമായിട്ടുള്ള പാലിന്റെ ഉൽപ്പന്നങ്ങൾ, അതായത് ഇപ്പം നെയ്യ്, വെണ്ണ എന്നുള്ള ഉൽപ്പന്നങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. ഇനി അതിന് കൂടുതലായിട്ടുള്ള പിന്നെയുള്ള പാലിന്റെ വൈവിധ്യവൽക്കരണ സാധ്യതകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് നോക്കാം.
അപ്പം പാല് കട്ടിയാക്കിയിട്ടുള്ള ഉൽപ്പന്നങ്ങളുണ്ട്, പാലിന്റെ തന്നെ ഫ്ലേവർ ചേർത്തിട്ട് ഫ്ലേവേർഡ് മിൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഉൽപ്പന്നങ്ങളുണ്ട്, ശീതീകരിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങളുണ്ട്, പാല് പുളിപ്പിച്ച് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, അങ്ങനെ ഒരുപാട് പാലിന്റെ ഉൽപ്പന്നങ്ങളുണ്ട്. അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് പാലിന്റെ ഫ്ലേവേർഡ് ആയിട്ടുള്ള പാലുകൾ, അല്ലെങ്കിൽ ഫ്ലേവേർഡ് മിൽക്ക് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ബോട്ടിലുകളൊക്കെ നമുക്ക് വളരെയധികം സുപരിചിതമാണ്. പ്രത്യേകിച്ച് ഉഷ്ണകാലത്ത് നമ്മൾ കൂടുതലായിട്ടും ഇങ്ങനെയുള്ള പാനീയങ്ങളൊക്കെ കുടിക്കാറുണ്ട് അല്ലെ. അപ്പൊ എങ്ങനെയാണ് ഫ്ലേവേർഡ് മിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പാല് സംഭരിച്ചതിന് ശേഷം നമുക്കറിയാം പല രീതിയിലുള്ള പാലുകളുണ്ട്. ടോൺഡ് മിൽക്ക് ഉണ്ട്, അതുപോലെ പാസ്ചറൈസ്ഡ്, ഹോമോജനൈസ്ഡ് മിൽക്ക്, അങ്ങനെ പല രീതിയിലുള്ള സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള പാലുകളുണ്ട്. അപ്പൊ നമുക്ക് ഏത് രീതിയിലുള്ള പാൽ ഉപയോഗിച്ച് നമുക്ക് ഫ്ലേവേർഡ് മിൽക്ക് ഉണ്ടാക്കാം. ടോൺഡ് മിൽക്ക് ഉപയോഗിച്ചുണ്ടാക്കാം, അല്ലെങ്കിൽ പാസ്ചറൈസ്ഡ്, ഹോമോജനൈസ്ഡ് ആയിട്ടുള്ള പാൽ ഉപയോഗിച്ചിട്ടുണ്ടാക്കാം. അപ്പൊ നമ്മൾ ഒരു പാല് സംഭരിച്ചതിന് ശേഷം അതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്ത് ശേഷം നമ്മൾ അതിനെ ഹോമോജനൈസ് ചെയ്യാണ്. ഹോമോജനൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പാലിന്റെ ഒരു ഘടന നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അതിൽ കൂടുതലായിട്ടും കൊഴുപ്പിന്റെ അംശമൊക്കെ ഉണ്ട്. അപ്പൊ ഈ കൊഴുപ്പിന്റെ അംശം ഈ ജലത്തിൽ ഇങ്ങനെ ഇതായിട്ട് കിടക്കുകയാണ്. അപ്പം ഹോമോജനൈസ് ചെയ്യുന്നത് വഴി എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊഴുപ്പിന്റെ ഗ്ലോബ്യൂൾസ് അല്ലെങ്കിൽ ഫാറ്റ് ഗ്ലോബ്യൂൾസിന് ഇത് യൂണിഫോം ആയിട്ട് നമ്മുടെ ബാക്കിയുള്ള പാലിലേക്ക് മിക്സ് ചെയ്യാണ്, ചെറിയ കണികകളാക്കിയിട്ട് അത് പാലിലേക്ക് ലയിപ്പിക്കുകയാണ്. അതാണ് ഒരു ഹോമോജനൈസ് ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹോമോജനൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് പല ഫ്ലേവറിലുള്ള മിൽക്കുകൾ നമുക്ക് കിട്ടാറുണ്ട് അല്ലെ. ചോക്ലേറ്റിന്റെ ഫ്ലേവർ ആയിരിക്കാം, അല്ലെങ്കിൽ സ്ട്രോബെറി, പിന്നെ നട്ട്സ്, അതായത് ഇപ്പൊ പിസ്ത, അതുപോലെ ആൽമണ്ട്സ്, ഇങ്ങനെ പല ഫ്ലേവറിലും ഉള്ള പാല് അവൈലബിൾ ആണ്. അപ്പൊ ഏത് ഫ്ലേവർ ആണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ചോക്ലേറ്റിന്റെ ഫ്ലേവർ ആണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ നമ്മൾ കൊക്കോ പൗഡർ ആഡ് ചെയ്യണം, അതുപോലെ തന്നെ പഞ്ചസാര, പിന്നെ സ്റ്റെബിലൈസേഴ്സ്, പിന്നെ എന്തെങ്കിലും വേറെ ഫ്ലേവറിങ് ആയിട്ടുള്ള സബ്സ്റ്റൻസ്, എസൻസുകൾ, അങ്ങനെയൊക്കെ ആഡ് ചെയ്ത് കളറുകൾ, പെർമിറ്റഡ് ആയിട്ടുള്ള കളറുകൾ, ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ പാസ്ചറൈസ് ചെയ്തിട്ട് പിന്നെ തണുപ്പിച്ച് അങ്ങനെ ബോട്ടിൽ ചെയ്തിട്ട് സൂക്ഷിച്ചു വെക്കുക. അങ്ങനെയാണ് നമ്മൾ ഫ്ലേവേർഡ് മിൽക്ക് ഇൻഡസ്ട്രിയൽ ലെവലിൽ ഉണ്ടാക്കുകയാണ് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഫ്ലേവേർഡ് മിൽക്ക് പല രീതിയിൽ നമുക്ക് ഇത് പാക്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പൊ നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും, ചിലതൊക്കെ ബോട്ടിൽഡ് ആയിരിക്കും, പെറ്റ് ബോട്ടിൽസിലായിരിക്കും, ചിലത് ഗ്ലാസ് ബോട്ടിൽസിലായിരിക്കും, ചിലത് ടെട്രാ പാക്കുകളിലൊക്കെ ആയിരിക്കും. അപ്പൊ ഈ ടെട്രാ പാക്കുകളിലൊക്കെയാണ് നമ്മളുടെ ഈ ഫ്ലേവേർഡ് മിൽക്ക് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയാണ് നമുക്ക് പാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് സ്റ്റെറിലൈസേഷൻ. അതായത് കുറച്ചുകൂടെ ഉയർന്ന താപനിലയിൽ ഏതാനും മിനിറ്റുകളിൽ നമ്മളത് ചൂടാക്കുന്നു. ശേഷം നമ്മൾ അതായത് അണുവിമുക്തമാക്കിയിട്ട് നമ്മൾ അതിനെ പാക്ക് ചെയ്ത് വെക്കുന്നു. അതാണ് സ്റ്റെറിലൈസേഷൻ എന്നുള്ള ആ പ്രോസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിന് ഇപ്പൊ ഒരു FSSAI അല്ലെങ്കിൽ ഭക്ഷ്യ സുരക്ഷാ നിയമപ്രകാരമുള്ള ഒരു സ്റ്റാൻഡേർഡ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഫ്ലേവേർഡ് മിൽക്കിന് ഇല്ല. പക്ഷെ ഏത് രീതിയിലുള്ള പാലാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്, ഇപ്പൊ നമ്മൾ ടോൺഡ് മിൽക്കാണോ ഉപയോഗിച്ചിട്ടുള്ളത്, അതോ നമ്മൾ ഒരു പാസ്ചറൈസ്ഡ് ഹോമോജനൈസ്ഡ് മിൽക്കാണോ ഉപയോഗിച്ചിട്ടുള്ളത്, അത് നമ്മൾ ഈ ഫ്ലേവേർഡ് മിൽക്കിന്റെ ആ പാക്കേജിംഗ്, ആ ലേബലിംഗിൽ അതുകൂടെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരിക്കണം. അതാണ് അതിൻ്റെയുള്ള ഒരു FSSAIയുടെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. പിന്നെ വരുന്ന നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് പുളിപ്പിച്ചിട്ടുള്ള പാലുൽപ്പന്നങ്ങൾ അല്ലെ. അപ്പൊ ഈ പുളിപ്പിച്ചിട്ടുള്ള പാലുകൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഓർമ്മ വരുന്നത് എന്താണ്, തൈരാണ്. എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. അപ്പം നമുക്ക് നോക്കി കഴിയുമ്പോൾ അറിയാൻ പറ്റും, ഏകദേശം ഇന്ത്യയിൽ മൊത്തമായിട്ട് ഉത്പാദിപ്പിക്കുന്ന പാലിലൊരു 6.9% നമ്മൾ തൈര് ഉത്പാദിപ്പിക്കാനായിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ആ രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് തൈര് ഉത്പാദിപ്പിക്കുക നമുക്കറിയാം. വീട്ടിൽ നമ്മൾ ഒഴിച്ചു വെച്ചിട്ടൊക്കെ തൈര് ഉത്പാദിപ്പിക്കുന്നത് നമുക്കറിയാം. ഒരു ഇൻഡസ്ട്രിയൽ സെറ്റപ്പിൽ നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സംഭരിച്ച പാൽ ഇതുപോലെ ഫിൽറ്റർ ചെയ്ത് ക്ലാരിഫിക്കേഷൻ ഒക്കെ ചെയ്തതിന് ശേഷം ഏകദേശം 2.5 മുതൽ 3% വരെ കൊഴുപ്പും അതുപോലെ 10% വരെ കൊഴുപ്പിതര ഘടകപദാർത്ഥങ്ങളും ഒക്കെ ആക്കിയതിനു ശേഷം നമ്മൾ അതിനെ ഹോമോജനൈസ് ചെയ്യും. ഹോമോജനൈസ് ചെയ്ത് പാസ്ചറൈസ് ചെയ്തിട്ടുള്ള ആ പാലിലേക്ക്, പാസ്ചറൈസ് ചെയ്ത് അത് റൂം ടെമ്പറേച്ചറിൽ എത്തിയതിനു ശേഷം നമ്മൾ അതിലേക്ക് സൂക്ഷ്മാണുക്കളെ, അതായത് ഒരു സ്റ്റാർട്ടർ കൾച്ചർ നമ്മൾ ആഡ് ചെയ്യും. അതായത് നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള സൂക്ഷ്മാണുക്കൾ ഉണ്ടാവും. ലാക്റ്റിക് ആസിഡ് ഒക്കെ ഇതാക്കുന്ന സ്റ്റാർട്ടർ കൾച്ചേഴ്സ് ഉണ്ടായിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ലാക്ടോബാസിലസ് ബൾഗാരിക്കസ് അല്ലെങ്കിൽ സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫിലസ്, ഇങ്ങനെയുള്ള STLV എന്നൊക്കെ പറയുന്ന സ്റ്റാർട്ടർ കൾച്ചേഴ്സ് ഇതിലേക്ക് ഉപയോഗിക്കും. അത് ഏകദേശം 1 to 3% ഒക്കെ ആയിരിക്കും നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത്.
ഇങ്ങനെ നമ്മളുടെ ആ പാസ്ചറൈസ് ചെയ്ത് റൂം ടെമ്പറേച്ചറിൽ എത്തിച്ചിട്ടുള്ള ആ പാലിലേക്ക് നമ്മൾ ഈ സ്റ്റാർട്ടർ കൾച്ചേഴ്സും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് കർഡ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഒരുപാട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അല്ലെ, ചെറിയ ബക്കറ്റിലും അതുപോലെ പൗച്ചസിലൊക്കെ നമുക്ക് പ്ലാസ്റ്റിക് ടീൻസിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് സെറ്റ് കർഡ് എന്ന് പറഞ്ഞിട്ട്. അധികം പുളിയൊന്നും ഇല്ലാത്ത തൈര്, നല്ല മാർക്കറ്റുള്ള ഒരു ഉൽപ്പന്നമാണ്. അപ്പം ഇതിന്റെ ഒരു അസിഡിറ്റി ഏകദേശം ഒരു 0.6 മുതൽ 0.7% വരെയൊക്കെ ആയിരിക്കണം അസിഡിറ്റി. അപ്പൊ കുറച്ച് നല്ല തിക് ഫോം ആയിട്ടുള്ള ഒരു കേർഡ് ആയിരിക്കും, അതാണ് സെറ്റ് കേർഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളിത് ശീതീകരിച്ച് സൂക്ഷിച്ചു വെക്കുക, അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ഉൽപ്പന്നം, പുളിപ്പിച്ച ഒരു ഉൽപ്പന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലസ്സി. ലസ്സി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ തൈരിലേക്ക് നമ്മൾ പഞ്ചസാര, പാനിയും അതുപോലെ തന്നെയുള്ള ഫ്ലേവറിങ് ആയിട്ടുള്ള സബ്സ്റ്റൻസ്, അതായത് ഇപ്പൊ നമുക്ക് ഫ്രൂട്ടിന്റെ ഫ്ലേവറിലുള്ള ലസ്സികൾ ഉണ്ടായിരിക്കും അല്ലെ, മാംഗോന്റെ ഫ്ലേവറിലുള്ള ലസ്സി, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഏത് ഫ്ലേവറിങ് ആണോ നമുക്ക് താല്പര്യമുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്ലേവറിങ് എസൻസ് ഒക്കെ ആഡ് ചെയ്ത് ലിമിറ്റഡ് കളേഴ്സ്, പെർമിറ്റഡ് കളേഴ്സും ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ലസ്സി എന്ന് പറയുന്നത്. അപ്പം ഈ ലസ്സിക്ക് ഇതുപോലെ പെസ്റ്റിസൈഡ് നിഷ്കർഷിച്ചിട്ടുള്ള ഒരു 3% കൊഴുപ്പ്, അതുപോലെ 6 to 7% കൊഴുപ്പ് ഇതര പദാർത്ഥങ്ങൾ, അതുപോലെ പഞ്ചസാരയുടെ അളവ് എന്ന് പറയുന്നത് 10 മുതൽ 11% വരെയാണ് പഞ്ചസാരയുടെ അളവ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ലസ്സിയിലാണെങ്കിലും അതിന്റെ അസിഡിറ്റി എന്ന് പറയുന്നത് 0.6 മുതൽ 0.7% വരെയൊക്കെയാണ്. അപ്പൊ ഇതാണ് പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാവുന്ന ഒരു അല്ലെങ്കിൽ പാലിൽ നിന്നുള്ള ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നം. പിന്നെ പുളിപ്പിച്ചിട്ടുള്ള ഇപ്പൊ നമ്മളുടെ തൈര് നമ്മൾ പറഞ്ഞു, അതാണ് ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഉൽപ്പന്നം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ തൈരെന്ന് നമ്മൾ അത് അരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കട്ടിയുള്ള ഒരു പോർഷൻ കിട്ടുമല്ലോ. അപ്പൊ ആ കട്ടിയുള്ള ഇത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ശ്രീഖണ്ഡ് എന്ന് പറയുന്നത്. അതൊരു സ്വീറ്റ് ആണ്, ഒരു മധുര പലഹാരം പോലെയാണ്. അപ്പം നമ്മളിത് തൈരിന് നമ്മൾ അരിച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ കട്ടിയുള്ളതിന് നമ്മൾ പറയുന്ന ഒരു പേരാണ് ചക്ക എന്ന് പറയുന്നത്. അപ്പൊ ഈ ചക്കയില് പിന്നെ നമ്മൾ ഷുഗറും അതുപോലെ ഫ്ലേവറിംഗ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ശ്രീഖണ്ഡ്. അപ്പം ചക്കയിലും ഇതുപോലെ FSSAIയുടെ ഒരു സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതായത് ഇപ്പൊ നമ്മളൊരു മോൾ മിൽക്ക്, അതായത് കൊഴുപ്പ് കളയാതെയുള്ള പാൽ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ കൊഴുപ്പിതര ഖരപദാർത്ഥം എന്ന് പറയുന്നത് ഏകദേശം 30%, കൊഴുപ്പ് 33% ഉണ്ടായിരിക്കണം. അല്ല നമ്മളിപ്പോ സ്കിം മിൽക്ക് വെച്ചിട്ടാണ്, അതായത് കൊഴുപ്പ് കളഞ്ഞിട്ടുള്ള പാൽ ഉപയോഗിച്ചിട്ടാണ് ചക്ക നമ്മൾ നിർമ്മിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കൊഴുപ്പിന്റെ അംശം എന്ന് പറയുന്നത് 5% മാത്രമേ ഉണ്ടാവൂ. പിന്നെ നമുക്കിപ്പോ കൂടുതലായിട്ടും ഈ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് യോഗർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. യോഗർട്ട് എന്ന് പറഞ്ഞാലും നമ്മൾ ഇതുപോലെ തന്നെ നമ്മളിപ്പം തൈരിന്റെ സെറ്റ് കേർഡിന്റെ ഒക്കെ ഇതുപോലെ തന്നെയാണ് നമ്മൾ യോഗർട്ടും പ്രിപ്പയർ ചെയ്യുന്നത്. അതിന് നമ്മൾ ഇതുപോലെ ഉള്ള ഇനോക്കുലേഷൻ, അതായത് നമ്മളൊരു സ്റ്റാർട്ടർ കൾച്ചർ ആഡ് ചെയ്യാണ്, STLV എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള സൂക്ഷ്മാണുക്കളെ ആഡ് ചെയ്തിട്ട് ആ ഒരു കൾച്ചർ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കേർഡ് അല്ലെങ്കിൽ അത് സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ യോഗർട്ട് എന്ന് പറയുന്നത്. അപ്പം ഈ യോഗർട്ട് ഇതുപോലെ തന്നെ നമുക്ക് പല ഫ്ലേവറുകളിലും ഉണ്ടാക്കാം. അതില് ഫ്ലേവറിങ് എസൻസ് അല്ലാതെ തന്നെയും നമുക്ക് പ്രിസർവ് ചെയ്തിട്ടുള്ള ഫ്രൂട്ടിന്റെ പീസസും അല്ലെങ്കിൽ എന്താ പറയുക കാൻഡീഡ് ആയിട്ടുള്ള ഫ്രൂട്ടിന്റെ പീസസും ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് യോഗർട്ട് എന്ന് പറയുന്നത്. ഇനി യോഗർട്ടിന്റെ ഒരു FSSAIയുടെ ഒരു മാനദണ്ഡം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ പ്ലെയിൻ യോഗർട്ട് ആണെന്നുണ്ടെങ്കിൽ കൊഴുപ്പ് ഏകദേശം 3%, ഫ്രൂട്ട് യോഗർട്ട് ആണെന്നുണ്ടെങ്കിൽ 1.5% താഴെയൊക്കെ ആയിരിക്കണം കൊഴുപ്പ്. കൊഴുപ്പ് ഇതര ഖരപദാർത്ഥങ്ങൾ രണ്ടിനും ഏകദേശം തുല്യമാണ്, 8.5% ആയിരിക്കും. മാംസ്യം പ്ലെയിൻ യോഗർട്ടിലാണെങ്കിൽ 3.2%, ഫ്രൂട്ട് യോഗർട്ടിലാണെങ്കിൽ 2.6% എന്നീ രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. അടുത്ത ഒരു കാറ്റഗറി പാൽ ഉപയോഗിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത് കട്ടിയുള്ള പാൽ ഉൽപ്പന്നങ്ങളാണ്. അതായത് കുറച്ച് വറ്റിച്ചെടുക്കുന്ന പോലെയുള്ള ഉൽപ്പന്നമാണ്. അത് നമുക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ള ഒന്നാണ് മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം. അപ്പൊ ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാലിൽ നമുക്കറിയാം ഏകദേശം 83 മുതൽ 85% ഒക്കെ വാട്ടർ കണ്ടന്റ് ആണ് അല്ലെ. അപ്പൊ ആ വെള്ളം നമ്മൾ റിമൂവ് ചെയ്യുകയാണ്, നമ്മൾ കണ്ടൻസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ വെള്ളം മാക്സിമം കളയുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, നമുക്ക് പാലിന്റെ ആ സൂക്ഷിപ്പുകാലം, ആ പ്രോഡക്റ്റിന്റെ സൂക്ഷിപ്പുകാലം കൂടുതലായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും.
അതായത് ഇപ്പം നമ്മുടെ പാല് ആസിഡ് അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും എളുപ്പമായിരിക്കും നമുക്ക് പാൽപ്പൊടി ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള നമുക്ക് വെള്ളത്തിന്റെ അംശം കുറച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതിൽ പ്രധാനമായിട്ടും വരുന്നത് കണ്ടൻസ്ഡ് മിൽക്ക് ആണ്. അപ്പൊ ഈ കണ്ടൻസ്ഡ് മിൽക്കിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് നല്ലപോലെ വറ്റിച്ചെടുക്കുമ്പോൾ മാക്സിമം വെള്ളത്തിന്റെ അംശം കുറയ്ക്കും. അതുപോലെ തന്നെ നമ്മൾ അതിൽ പഞ്ചസാര ആഡ് ചെയ്യും. പഞ്ചസാര നമ്മൾ ഏകദേശം ഒരു 40 മുതൽ 45% വരെയാണ് ആഡ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പൊ ഒരു ഇൻഡസ്ട്രിയൽ സെറ്റപ്പിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ കുറച്ചും കൂടെ വാക്വം അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ വറ്റിച്ചെടുക്കുന്ന ആ പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. എന്തിനാണ് വാക്വം അപ്ലൈ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കുറവ് താപനിലയിൽ നമുക്ക് ഈ പ്രോസസ്സ് നടത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെ? അപ്പം നമുക്ക് പാല് അല്ലെങ്കിൽ ഇപ്പൊ ഒരുപാട് ചൂട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ പാലില് അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ വരാനായിട്ട് സാധ്യതയില്ല. അപ്പൊ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടി കുറച്ചും കൂടെ താപനില കുറച്ചിട്ട് നമുക്ക് പെട്ടെന്ന് നല്ലൊരു പ്രോസസ്സ് നടത്താൻ വേണ്ടിയിട്ടാണ്, കുറച്ചും കൂടെ നന്നായിട്ട് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാക്വം ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിന്റെ ഒരു എക്സസൈസുടെ ഘടന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് ആണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ കൊഴുപ്പ് കളയാത്ത പാൽ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ അതിൽ കൊഴുപ്പിന്റെ അംശം ഏകദേശം 9%, അതുപോലെ സ്കിം മിൽക്ക് ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ഏകദേശം 1% താഴെയായിട്ടായിരിക്കും കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടായിരിക്കേണ്ടത്. അതുപോലെ കൊഴുപ്പ് ഇതര ഖരപദാർത്ഥങ്ങളാണെന്നുണ്ടെങ്കിൽ സ്വീറ്റ് കണ്ടൻസ്ഡ് മിൽക്ക് ആകുമ്പോൾ അത് ഏകദേശം 31%, അതുപോലെ സ്കിം മിൽക്ക് ഉപയോഗിച്ചിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ആണ് എന്നുണ്ടെങ്കിൽ 26% ആയിരിക്കും. പക്ഷെ മാംസത്തിന്റെ അളവിന് വ്യത്യാസം വരുന്നില്ല. പ്രോട്ടീൻ എപ്പോഴും ഒരു 34% തന്നെയായിരിക്കും രണ്ട് പ്രോഡക്റ്റിലാണ്. പിന്നെ വരുന്ന ഒരു ഉൽപ്പന്നം എന്ന് പറയുന്നത് പാൽപ്പൊടിയാണ്. നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് പാൽപ്പൊടി എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ പാൽപ്പൊടിയിലും ഇതുപോലെ തന്നെ നമ്മൾ വെള്ളത്തിന്റെ അംശം തീരെ ഇല്ലാതാക്കുന്ന പാല് ഉണക്കിയെടുക്കുന്നത്, ഡ്രൈഡ് മിൽക്ക് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് ഈസി ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് അതിന്റെ ഒരു കാര്യം. അപ്പൊ നമ്മൾ ഒരു 100 ലിറ്റർ പാലാണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 13 കിലോ ഹോൾ മിൽക്ക് പൗഡർ, അതായത് കൊഴുപ്പ് കളയാത്ത മിൽക്ക് പൗഡർ നമുക്ക് ഏകദേശം 13 കിലോയും അതുപോലെ സ്കിം മിൽക്ക് പൗഡർ ഏകദേശം നമുക്ക് 9 കിലോയും ഒക്കെ ഉൽപാദനം ഉണ്ടാവും. പിന്നെ ഇതിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ പാൽപ്പൊടി ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയൽ സെറ്റപ്പിൽ നമ്മൾ പാൽപ്പൊടി ഉണ്ടാക്കുന്നത് 2 രീതിയിലാണ്. ഒന്ന് സ്പ്രേ ഡ്രൈയിങ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട്, അതുപോലെ ഡ്രം ഡ്രൈയിങ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക്. ഈ 2 ടെക്നിക്സ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഈ മുകളിൽ കാണുന്നതാണ് സ്പ്രേ ഡ്രൈയിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്യുപ്മെന്റിന്റെ ഒരു ഘടന, പിക്ചറാണ് ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പം ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പാലിനെ വറ്റിച്ച് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള പാല്, ഈ പാല് നമ്മൾ പിന്നെ ഒരു സ്പ്രേ ചെയ്യും, ഒരു മിസ്റ്റ് പോലെ നമ്മൾ ഇങ്ങനെ സ്പ്രേ ചെയ്യണം. ആ സ്പ്രേ ചെയ്യുന്നത് ഒരു ഹോട്ട് എയർ ഉള്ള ഒരു ചേംബറിലേക്കാണ് നമ്മൾ ഇത് ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നത്. അപ്പം ഈ നമ്മളുടെ ഈ മിസ്റ്റ് പോലെ ഈ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള പാല് ഈ ഹോട്ട് എയറുമായിട്ട് ഇങ്ങനെ കോണ്ടാക്റ്റിൽ വരുമ്പോൾ അത് ഉണങ്ങും. അങ്ങനെയാണ് അത് പൊടിയാവുന്നത്. അപ്പോഴാണ് നമുക്ക് നല്ല ഫൈൻ ക്വാളിറ്റിയിൽ, അപ്പൊ നമ്മളറിയാം നമുക്ക് പാൽപ്പൊടി എന്ന് പറഞ്ഞാലും നമുക്ക് അതില് ചൂടാക്കി അല്ലെങ്കിൽ അങ്ങനെ പൊടിച്ച് അങ്ങനെ വരുമ്പോഴും പക്ഷെ അതിന്റെ ഒരു ക്വാളിറ്റിയിലോ കളറിലോ അതുപോലെ മണത്തിലോ അതുപോലെ ന്യൂട്രീഷണൽ പോയിന്റ് ഓഫ് വ്യൂലോ ഒന്നും വ്യത്യാസം വരുന്നില്ല, അല്ലെ? ഏകദേശം നമുക്ക് പാലിന്റെ തന്നെ ക്വാളിറ്റി നമുക്ക് പാൽപ്പൊടിയിലും കിട്ടുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്, സ്പ്രേ ഡ്രൈയിങ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് അത്രയും നല്ല ക്വാളിറ്റി ഉള്ള പൊടി നമുക്ക് നിർമ്മിക്കാനായിട്ട് പറ്റുന്നത്. അതുപോലെ പിന്നെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്, ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഡ്രം ഡ്രൈയിങ് എന്ന് പറയുന്നത്. ഡ്രം ഡ്രൈയിങ്ങിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡ്രം ഉണ്ടായിരിക്കും, തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ ആയിരിക്കും. അപ്പൊ അതിന്റെ താഴെ ഭാഗത്തൂടെ നമ്മൾ ഈ പ്രോഡക്റ്റ് നമ്മുടെ പാല് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആ പാലിനായിട്ട് ഈ ഡ്രം കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഡ്രം ചൂടായിരിക്കും, കുറച്ച് ചൂടുണ്ടായിരിക്കും. അപ്പോൾ അത് ഈ പാല് ഇതിലേക്ക് പറ്റിപ്പിടിക്കും. അങ്ങനെ ഡ്രം തിരിഞ്ഞു വരുന്നതിനനുസരിച്ചിട്ട് ഇത് ഉണങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഉണങ്ങി കഴിഞ്ഞാൽ ഇത് റിമൂവ് ചെയ്യാനായിട്ട് ഈ ഡ്രമ്മിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു നൈഫ് കൂടെ ഉണ്ടാവും. അപ്പൊ അതിങ്ങനെ സ്ക്രേപ്പ് ചെയ്ത് കളയും. ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സ്ക്രേപ്പ് ചെയ്ത് കളയും. അങ്ങനെ ഈ 2 രീതിയിലാണ് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള പാൽപ്പൊടി നമ്മൾ ഇൻഡസ്ട്രിയലിൽ നിർമ്മിക്കുന്നത്. പിന്നെ അങ്ങനെ നമ്മൾ മൊത്തമായിട്ട് ഒരു ഹോൾ മിൽക്ക് പൗഡർ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 26% ഒക്കെ അതിൽ കൊഴുപ്പിന്റെ അംശം ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലും 42% കൂടാനും പാടില്ല. അതുപോലെ സ്കിം മിൽക്കിന്റെ പൗഡർ ആണെന്നുണ്ടെങ്കിൽ ഫാറ്റിന്റെ കൊഴുപ്പിന്റെ അംശം എന്ന് പറയുന്നത് മാക്സിമം ഒരു 1.5% ഒക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതില് മോയിസ്ചർ അല്ലെങ്കിൽ ജലാംശം എന്ന് പറയുന്നത് 4 to 5% മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ.
പിന്നെ ഇതുപോലെ നമ്മൾ കാണുന്ന പിന്നെ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പാൽപ്പൊടി, നമുക്കറിയാം. അതുപോലെ തന്നെ അതിന്റെ കൂടെ ഡയറി വൈറ്റ്നർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ സാധാരണ പാൽപ്പൊടിയും ഡയറി വൈറ്റ്നറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, സാധാരണ പാൽപ്പൊടി എന്ന് പറയുമ്പോൾ അത് ഡ്രൈഡ് മിൽക്ക് തന്നെയാണ്. പക്ഷെ ഡയറി വൈറ്റ്നർ ആകുമ്പോൾ അതിൽ കുറച്ചും കൂടെ വേറെ കാർബോഹൈഡ്രേറ്റിന്റെ എന്തെങ്കിലും സോഴ്സും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പം ഡെക്സ്ട്രോസ് അല്ലെങ്കിൽ മാൽട്ടോഡെക്സ്ട്രിൻ, പിന്നെ അതുപോലെ സുക്രോസും ഒക്കെ നമുക്ക് അതിൽ ഡയറി വൈറ്റ്നർ ആകുമ്പോൾ ആഡ് ചെയ്യാവുന്നതാണ്. അതാണ് ഒരു ഡയറി വൈറ്റ്നറും അല്ലാതെ സാധാരണ മിൽക്ക് പാൽപ്പൊടി അല്ലെങ്കിൽ മിൽക്ക് പൗഡറും തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം. നമ്മൾ കൂടുതലായിട്ടും ചായക്കൊക്കെ ഉപയോഗിക്കുന്നത് ഡയറി വൈറ്റ്നർ തന്നെയാണ്. പിന്നെ വരുന്ന ഒരു പ്രോഡക്റ്റ്, പാൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ചീസാണ്. ചീസ് ഇപ്പൊ നമുക്ക് കുറച്ചും കൂടെയൊക്കെ നമുക്ക് കേട്ടുപരിചയമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അല്ലെ. നമ്മൾ കൂടുതലായിട്ടും ബർഗറുകളോ അല്ലെങ്കിൽ പിസ്സ അങ്ങനെയൊക്കെയുള്ള ഉൽപ്പന്നങ്ങളിൽ നമ്മളിപ്പോ കുറച്ചും കൂടെയൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ചീസ് എന്ന് പറയുന്നത്. പക്ഷെ ഒരുപാട് വെറൈറ്റി ചീസുകളുണ്ട്. 400ഓളം അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടും വെറൈറ്റി ചീസുകൾ ഉണ്ട്. അപ്പൊ അതിൽ കുറച്ചാണ് ഈ ചെഡാർ ചീസ്, മൊസറെല്ല ചീസ്, എമെന്റോൾ ചീസ് അല്ലെങ്കിൽ സ്വിസ് ചീസ് എന്നൊക്കെ പറയുന്നത് കാറ്റഗറികളുണ്ട്. പക്ഷെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ താഴെ കാണുന്ന ചീസുകളാണ്. അതായത് ചീസിന്റെ സ്ലൈസസ്. ഇതെല്ലാം പ്രോസസ്ഡ് ചീസാണ്. നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ പ്രോസസ്ഡ് ചീസാണ്. ആ പ്രോസസ്ഡ് ചീസിന്റെ തന്നെ നമ്മൾ പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സ്ലൈസസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ബർഗറിന്റെ ഒക്കെ ഇടയിൽ വെക്കുന്ന അല്ലെങ്കിൽ സാൻഡ്വിച്ചസിന്റെ ഒക്കെ ഇടയിൽ വെക്കുന്നത് നമ്മൾ സ്ലൈസസ് അങ്ങനെ ചെയ്യാറുണ്ട്. അതുപോലെ പ്രോസസ്ഡ് ചീസിന്റെ ബ്ലോക്സ്, വലിയ ബ്ലോക്സ് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ചില പ്രോഡക്റ്റുകളിൽ പിസയിലും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ചെറിയ ചിപ്ലെറ്റ്സ് ആയിട്ട് ചെറിയ ബ്ലോക്കുകളായിട്ടും ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഈ പ്രോസസ്ഡ് ചീസ് എന്ന് പറയുന്നത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പല വെറൈറ്റി ഓഫ് ചീസസ്. ഒരു ചീസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ അതിനെ പുളിപ്പിച്ച് പിന്നെ കട്ടിയാക്കുകയാണ് ചെയ്യുന്നത്. പുളിപ്പിക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഒക്കെ സ്റ്റാർട്ടർ കൾച്ചേഴ്സ് ഉപയോഗിക്കും. എന്നിട്ട് ആ സ്റ്റാർട്ടർ കൾച്ചേഴ്സ് ഉപയോഗിച്ച് പുളിപ്പിച്ച് അതിനുശേഷം നമ്മൾ എൻസൈംസ്, അതായത് റെനിൻ അല്ലെങ്കിൽ കൈമോസിൻ എന്നൊക്കെ പറയുന്ന എൻസൈംസ് ആഡ് ചെയ്തിട്ട് നമ്മൾ അതിനെ കട്ടയാക്കി കൊയാഗുലേറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ കട്ടയാക്കി എടുക്കുക. എന്നിട്ട് കട്ടയാക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് സോൾട്ട് ഒക്കെ ചേർക്കും. അത് ഒരു വെറൈറ്റി ഓഫ് ചീസ് അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ സാധാരണഗതിയിൽ ചീസ് എന്ന് പറയുമ്പോൾ അതിന് നമ്മളൊരു റൈപ്പനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജ് കൂടിയില്ല. നമ്മൾ ഒരു പ്രത്യേക ഊഷ്മാവിൽ നമ്മൾ അതിനെ സൂക്ഷിച്ചു വെക്കുക കുറെ കാലത്തേക്ക്. അപ്പം അത് എത്രത്തോളം നമ്മൾ അത് വെക്കുന്നു അതിനനുസരിച്ചായിരിക്കും അതിന്റെ ഒരു പെക്യൂലിയർ ആയിട്ടുള്ള ഒരു മണവും അതുപോലെ തന്നെ ഒരു രുചിയും ഒക്കെ അത് ഡെവലപ്പ് ചെയ്യുന്നത്. പല രീതിയിലുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം ചെറിയ ബ്ലൂ കളറൊക്കെ ആയിട്ടുള്ള ചീസ്. അതൊരു പ്രത്യേകതരം മോൾഡ് ഉപയോഗിച്ചിട്ടാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ ഓരോ ചീസിനും ഓരോ വെറൈറ്റിക്കും പ്രത്യേക തരത്തിലുള്ള സ്റ്റോറേജ് അല്ലെങ്കിൽ ആ റൈപ്പനിങ് പീരീഡ് ഉണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ കൂടുതലായിട്ടും നമ്മൾക്ക് ഇതില് ഇങ്ങനെ വ്യത്യസ്തരമായിട്ടുള്ള ഈ ചീസുകൾ അത്രയധികം മാർക്കറ്റിംഗ് അല്ലെങ്കിൽ കൺസ്യൂമർ ആക്സെപ്റ്റൻസ് കുറച്ചും കൂടെ കുറവാണ്. നമ്മളുടെ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിൽ തന്നെയാണെങ്കിലും ഇത്രയധികം വൈവിധ്യമാർന്ന ചീസുകൾ ഉണ്ടെങ്കിലും നമുക്ക് അതിന്റെ ഒരു മാർക്കറ്റബിലിറ്റി എന്ന് പറയുന്നത് കുറവാണ്. പക്ഷെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പ്രോസസ്ഡ് ചീസാണ്. അതായത് ഈ പലതരം ചീസുകൾ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ പ്രോസസ്ഡ് ചീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലേക്ക് പിന്നെ നമുക്ക് കുറച്ചും കൂടെ ഇമൽസിഫൈങ് ആയിട്ടുള്ള എന്തെങ്കിലും ഏജൻസ് ആഡ് ചെയ്യാം. അതുപോലെ ഇപ്പം വേറൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ചീസിന്റെ സ്പ്രെഡ് ആണ്. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നത് ഇപ്പം ബ്രെഡിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ജാം ആണ് ഒരു സ്പ്രെഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ഇപ്പൊ പക്ഷെ ചീസിന്റെയും സ്പ്രെഡ് ഒക്കെ അവൈലബിൾ ആണ്. കുറെ ചിപ്സിന്റെ ഒക്കെ കൂടെ കഴിക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് ചീസിന്റെ സ്പ്രെഡ്സും അവൈലബിൾ ആണ്. അപ്പൊ അതിലാകുമ്പോൾ കുറച്ചും കൂടെ ക്രീമും ബട്ടർ അല്ലെങ്കിൽ ബട്ടർ ഓയില് പിന്നെ എന്തെങ്കിലും കുറച്ച് സ്പൈസസിന്റെ ഇപ്പം ചീസ് സ്പ്രെഡ് നമുക്ക് മിന്റ് ഫ്ലേവറിലോ അല്ലെങ്കിൽ ഗാർലിക് ഫ്ലേവറിലോ ഒക്കെ നമുക്ക് അതിന് പല ഫ്ലേവറിലും അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ള വെജിറ്റബിൾ സീസണിങ്സോ അതുപോലെ സ്പൈസസും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള സ്പ്രെഡ്സും അവൈലബിൾ ആണ്. അപ്പം ഈ സ്പ്രെഡ് ഒക്കെയാണ് നമ്മളുടെ പ്രോഡക്റ്റ് എങ്കിൽ FSSAI നിഷ്കർഷിച്ചിട്ടുള്ളത് അതിന്റെ മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുന്നത് 60% കുറയാതെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കൊഴുപ്പ് എന്ന് പറയുന്നത് 40% കൂടാൻ പാടില്ല എന്നുള്ളതാണ്. 60% കുറവ് മോയ്സ്ചറും അതുപോലെ തന്നെ കൊഴുപ്പ് 40% കുറവും ആയിട്ടായിരിക്കണം ഉണ്ടാവേണ്ടത്. പിന്നെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു കാറ്റഗറിയാണ് ഐസ്ക്രീംസ് അല്ലെ. അപ്പൊ നമ്മൾ ശീതീകരിച്ചിട്ടുള്ള പാലുൽപ്പന്നങ്ങൾ, ഐസ്ക്രീം, കുൽഫി അങ്ങനെ പല രീതിയിലുള്ള പ്രോഡക്റ്റുകളുണ്ട്.
അപ്പൊ കൂടുതലായിട്ടും നമുക്ക് ഐസ്ക്രീം എന്ന് പറയുമ്പോൾ അതൊരു വലിയ പ്രോസസ്സാണ്. അതുപോലെ തന്നെ എക്യുപ്മെന്റ്സ്, അതിനുള്ള എസ്റ്റാബ്ലിഷ്മെന്റ് കോസ്റ്റ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും നമുക്കൊരു ഐസ്ക്രീം പ്രോസസ്സിംഗ് യൂണിറ്റ് ഒക്കെ തുടങ്ങാനായിട്ട്. അപ്പം അതിലിപ്പം ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഇപ്പൊ കണ്ടുവരുന്ന ഒരു ടെക്നോളജി എന്ന് പറയുന്നത് സോഫ്റ്റ് ഐസ്ക്രീംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പം ഇതിന് നമുക്ക് കമ്പാരിറ്റീവ്ലി മറ്റ് സാധാരണ ഒരു റെഗുലർ ഐസ്ക്രീം ഒരു പ്ലാന്റ് തുടങ്ങുന്നതിനേക്കാളും ചെലവ് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സോഫ്റ്റ് ഐസ്ക്രീമിന്റെ. സോഫ്റ്റ് ഐസ്ക്രീമിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സാധാരണ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് നമുക്കറിയാം, നമ്മള് ഐസ്ക്രീമിന്റെ ആ മിക്സ് നമ്മളത് ശീതീകരിച്ച് നമ്മളൊരു ഹാർഡനിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് കൂടിയില്ല. ഹാർഡനിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ ഹാർഡനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അതിനെ നല്ലപോലെ ശീതീകരിക്കുക എന്നുള്ളതാണ്. ഒരു -18 മുതൽ -20 ഡിഗ്രി വരെയൊക്കെ നമ്മൾ അതിനെ ശീതീകരിച്ച് സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു പ്രോസസ്സ് ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് ഇല്ലാതെ കുറച്ചുകൂടെ റെഡി ടു സെർവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സോഫ്റ്റ് ഐസ്ക്രീം എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമുക്ക് ഒരു സംരംഭകനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു മിൽക്ക് ഷേക്കിന്റെ ഒക്കെ ചെറിയൊരു യൂണിറ്റ് ഉണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ, അങ്ങനെ കസ്റ്റമേഴ്സ് റെഡിലി വരുന്ന ഒരു യൂണിറ്റ് ആണ് നിങ്ങളുടെ എങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ചെറിയ ചിലവിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു. ഏകദേശം ഈ സോഫ്റ്റ് ഐസ്ക്രീമിന്റെ ആ ഒരു മെഷീന് നിങ്ങൾക്ക് ഏകദേശം 1,50,000 ഒക്കെയാണ്. അത് പിന്നെ കപ്പാസിറ്റി അനുസരിച്ച് വ്യത്യാസം വരും. അപ്പം ഏകദേശം 1,50,000 നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൺടർപ്രണർ ഓപ്പർച്യൂണിറ്റി ആണ് ഈ സോഫ്റ്റ് ഐസ്ക്രീം എന്ന് പറയുന്നത്. അപ്പം ഇതിലെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഐസ്ക്രീം മിക്സ് റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ഐസ്ക്രീം മിക്സസ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഈ ഐസ്ക്രീം മിക്സിനെ നമ്മൾ പാലില് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഏകദേശം ഒരു കിലോ മിക്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരു 4 ലിറ്റർ പാലില് 4 ലിറ്റർ ശീതീകരിച്ചിട്ടുള്ള പാലില് നമ്മൾ മിക്സ് ചെയ്യുക. അപ്പൊ പാലിന്റെ ഘടന എന്ന് പറയുന്നത് അതിൽ കൊഴുപ്പ് ഒരു 6% ഒക്കെ കൊഴുപ്പുണ്ടാകുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്കറിയാം ഐസ്ക്രീമിന് ആ ഒരു ടെക്സ്ചർ കൊടുക്കുന്നത് അതിന്റെ കൊഴുപ്പിന്റെ ആ ഒരു പ്രസൻസ് കൊണ്ടാണ് അല്ലെ. അപ്പൊ ഏകദേശം 6% ഒക്കെ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള പാൽ നമ്മൾ ഉപയോഗിക്കുക. പിന്നെ അതിന് കുറച്ചും കൂടി നമ്മളൊരു നല്ല ഒരു ഫ്ലേവറോ ടെക്സ്ചറോ ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നമുക്ക് ക്രീമും ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതിങ്ങനെ ആഡ് ചെയ്തിട്ട് 4 ലിറ്റർ പാലിലേക്ക് 1 കിലോ ഈ പൗഡർ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഈ മെഷീനിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. മെഷീനിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളത് ഇങ്ങനെ ഒരു ചേർണിങ് പ്രോസസ്സ് കടഞ്ഞെടുക്കുന്ന പോലെയാണ്. അങ്ങനെ ചേർണിങ് പ്രോസസ്സ് ചെയ്തിട്ട് നമുക്കൊരു 8 മുതൽ 10 മിനിറ്റിൽ നമ്മളത് ആ മെഷീൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നല്ല ഫൈൻ ക്വാളിറ്റി ആയിട്ടുള്ള ഐസ്ക്രീം നമുക്ക് കിട്ടും. അപ്പൊ ഈ ഐസ്ക്രീമിന്റെ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു -4 ഡിഗ്രി ഒക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ചും കൂടെ നല്ലോണം നമുക്ക് ഇതിലെ ഫ്ലേവർ കുറച്ചും കൂടെ മീൻസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ഇതായിട്ട് നമുക്ക് പറ്റും. അപ്പം ഇത് നമുക്ക് ചെറിയ ഒരു രീതിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു ഓൺടർപ്രണർഷിപ്പ് ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ് ഈ സോഫ്റ്റ് ഐസ്ക്രീം എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം ഒരുപാട് തനതായ വിഭവങ്ങളുണ്ട്. പാൽ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് തനതായ മധുര പലഹാരങ്ങളൊക്കെ ഉണ്ട്, ഗുലാബ് ജാമുൻ, പേട എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതെങ്ങനെ നിർമ്മിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതും കട്ടിയാക്കിയിട്ടുള്ള പാലിന്റെ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരു പ്രത്യേക സിട്രിക് ആസിഡോ അല്ലെങ്കിൽ അസറ്റിക് വിനാഗിരിയോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ പിരിച്ചെടുക്കണം. പാലിനെ പിരിച്ചെടുത്തിട്ട് ആ കട്ടിയായിട്ടുള്ള പദാർത്ഥം അതിനെ നമ്മൾ ചെന്ന എന്നാണ് പറയാ, ആ ഖോവ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ ഖോവ ഉപയോഗിച്ചിട്ടാണ് പിന്നെ നമ്മൾ പനീർ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഏകദേശം ഒരു 10 ലിറ്റർ പാലൊക്കെ എടുക്കുകയാണെങ്കിൽ 1.5 കിലോ ഒക്കെ നമുക്ക് ഖോവ നമുക്ക് അതിൽ നിന്ന് കിട്ടും. പിന്നെ ഏറ്റവും കൂടുതൽ പനീറൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ലത് എന്ന് പറയുന്നത് എരുമപ്പാലാണ്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം 1 ലിറ്റർ എരുമപ്പാൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് 220 മുതൽ 250 ഗ്രാം വരെയൊക്കെ നമുക്ക് പനീർ കിട്ടും. പക്ഷെ പശുവിൻ പാലാണെങ്കിൽ ഏകദേശം 150 ഗ്രാം ഒക്കെ നമുക്ക് അതിന് പനീർ കിട്ടുകയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഒരു ടെക്സ്ചർ, അതായത് നമുക്കറിയാം പനീറൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ല അല്ലെ ഫേം ആയിട്ട് പൊടിയാനൊന്നും പാടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ടെക്സ്ചർ കിട്ടണമെങ്കിൽ നമ്മൾ എരുമപ്പാൽ ഉപയോഗിക്കുമ്പോഴാണ് ആ ഒരു നല്ല ടെക്സ്ചർ കിട്ടുക. ഈ പശുവിൻ പാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയാണ്. പിന്നെ നമ്മൾ ഇതില് പാലിതുപോലെ നമ്മൾ അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ
ഫിൽറ്റർ ഒക്കെ ചെയ്തിട്ട് സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുള്ള പാലിലേക്ക് പിന്നെ നമ്മൾ സിട്രിക് ആസിഡോ അല്ലെങ്കിൽ വിനെഗറോ ഒക്കെ ആഡ് ചെയ്യണം. അത് ഏകദേശം നമ്മളൊരു 2 ഗ്രാം 1 ലിറ്റർ എന്നുള്ള കണക്കിൽ നമ്മൾ അത് ആഡ് ചെയ്തിട്ട് അങ്ങനെ പാലിന് പിരിച്ചെടുക്കണം. പാലിന് പിരിച്ചെടുത്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ആ ഖോവ ഉപയോഗിച്ചിട്ട് നമുക്ക് പനീർ ഉണ്ടാക്കാം നമ്മൾ പറഞ്ഞതുപോലെ. അതുപോലെ തന്നെ പിന്നെ നമുക്ക് അറിയാവുന്ന കുറെ ഉൽപ്പന്നങ്ങൾ, അതായത് ഗുലാബ് ജാമുൻ, പേട, ബർഫി ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾക്കും കൂടെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് പാൽ ഉപയോഗിച്ചിട്ട് നിർമ്മിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഒരു സംരംഭം എന്ന രീതിയിൽ തുടങ്ങുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ മാർക്കറ്റിംഗ് എങ്ങനെയാണ്, നമുക്ക് ഏത് ഉൽപ്പന്നത്തിനായിരിക്കും കൂടുതലായിട്ടും ഒരു മാർക്കറ്റ് ഉണ്ടാവുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം അനലൈസ് ചെയ്യണം. കാരണം നമ്മുടെ പാലിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ കൂടുതലും പാലൊരു ലക്ഷറി പ്രോഡക്റ്റ് തന്നെയാണ് നമ്മളതിനെ പറയാം. കുറച്ചുകൂടെ മൂല്യം കൂടിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. അപ്പൊ നമുക്ക് ഇതിലൊരു റിസ്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ ഒരു മാർക്കറ്റ് അനാലിസിസ് ചെയ്തിട്ട് ഏത് പീരിയഡിൽ ഏത് പ്രോഡക്റ്റ് ആയിരിക്കും നല്ലത്. ഇപ്പൊ സമ്മറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സോഫ്റ്റ് ഐസ്ക്രീംസ്, അതുപോലെ സംഭാരങ്ങള്, അതുപോലെയുള്ള ഈ ഫ്ലേവേർഡ് മിൽക്ക്, ഇതിനൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട് അല്ലെ. കൂടുതലായിട്ടും ആളുകൾ പാനീയങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു പീരീഡാണ് സമ്മർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഒക്കെ നമുക്ക്, അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ നമ്മളുടെ ഉൽപ്പന്നങ്ങൾ അങ്ങനെ ക്രമീകരിക്കണം. അതുപോലെ ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പോൾ കൂടുതലായിട്ടും ഇപ്പം ദീപാവലി അല്ലെങ്കിൽ അതുപോലെയുള്ള ഉത്സവങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഫെസ്റ്റിവൽസിലൊക്കെ നമുക്ക് സ്വീറ്റ്സ്, ഈ പാൽ ഉപയോഗിച്ചിട്ടുള്ള സ്വീറ്റ്സ് ഒക്കെ നമുക്ക് നിർമ്മിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അതിന് നല്ലൊരു മാർക്കറ്റ് ആ ഒരു സമയത്തുണ്ട്. അതുപോലെ തന്നെ ഇപ്പം എന്താ പറയാ, പായസം അങ്ങനെയുള്ള പ്രോഡക്റ്റ് ഒക്കെ അതൊക്കെ പാൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് കൂടുതലായിട്ടും ഉണ്ടാക്കുന്നത് അല്ലെ. അപ്പൊ മുമ്പൊക്കെയാണ് പായസം ഒരു ഒക്കേഷണൽ ഒരു വിഭവമായിരുന്നത്. പക്ഷെ ഇപ്പോഴൊക്കെ അത് എന്താ പറയാ, എല്ലാ സമയത്തും വീക്ക്ലി വൺസ് ഒക്കെ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ നമുക്കിപ്പം ബേക്കറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇങ്ങനെ റെഡിമെയ്ഡ് ആയിട്ടുള്ള പായസങ്ങളോ അങ്ങനെയൊക്കെ അവൈലബിൾ ആയിട്ട് കാണാൻ സാധിക്കും. അപ്പൊ നമ്മളുടെ ഒരു ലൊക്കാലിറ്റി അനുസരിച്ചിട്ട് നമ്മൾ ഏത് ഉൽപ്പന്നമാണോ ഏത് സംരംഭമാണോ തുടങ്ങേണ്ടത് എന്നുള്ളത് നമ്മൾ നിശ്ചയിക്കണം. പിന്നെ നമ്മളൊരു സംരംഭം തുടങ്ങുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം, ഒരു ഭക്ഷ്യ സംസ്കരണ സംരംഭം തുടങ്ങുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ടല്ലോ. അതായത് ഇപ്പം FSSAIയുടെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസിങ്, അപ്പൊ അങ്ങനെയുള്ള രജിസ്ട്രേഷനോ ലൈസൻസിങ്ങോ നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കണം. ഇപ്പൊ FSSAIയുടെ രജിസ്ട്രേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ഇപ്പൊ നമ്മളൊരു ചെറിയ യൂണിറ്റ് ആണ്, 12 ലക്ഷത്തിൽ താഴെയാണ് നമ്മളുടെ ഒരു ആനുവൽ ടേൺ ഓവർ എങ്കിൽ നമ്മൾ എടുക്കേണ്ടത് രജിസ്ട്രേഷനും, അതിൽ കൂടുതലാണെങ്കിൽ നമ്മൾ ലൈസൻസിങ്ങും എടുക്കണം. പിന്നെ ഇതിനൊക്കെയുള്ള സാമ്പത്തിക സഹായം, അപ്പൊ പല വിധത്തിലുള്ള പദ്ധതികൾ ഉണ്ടായിരിക്കും. ഇപ്പം കൂടുതലായിട്ട് നമുക്ക് ഇപ്പം ഒരു സംരംഭക സഹായ പദ്ധതികൾ ഉണ്ടായിരിക്കും. അതായത് ജില്ലാ വ്യാവസായിക കേന്ദ്രത്തിനായിട്ട് ബന്ധപ്പെട്ടാൽ നമുക്ക് അങ്ങനെയുള്ള സംരംഭ സഹായ പദ്ധതികളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മളുടെ തന്നെ ഈ കൃഷി പാഠശാലയുടെ ഭാഗമായിട്ട് നമ്മൾ മുമ്പ് നടത്തിയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. നമ്മൾ പഴം, പച്ചക്കറികൾ അതിന്റെ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ ഇതുപോലെയുള്ള സംരംഭകർക്ക്, ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങൾക്കുള്ള സാധ്യതകളെ പറ്റിയൊക്കെ നമ്മൾ അതിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ് കേൾക്കുന്നവർ ഇങ്ങനത്തെ കൂടുതലായിട്ടും ഈ സംരംഭ സഹായ പദ്ധതികളെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സുകളൊക്കെ ഒന്ന് കേൾക്കുക. അപ്പൊ ഇതിൽ കൂടുതലായിട്ടും നമുക്കൊരു സാധ്യതയുണ്ട്. ബിക്കോസ് കൂടുതലായിട്ടും നമ്മൾക്ക് പാലുൽപാദനമുണ്ട്. അപ്പൊ അതുപോലെ നമുക്ക് ബാക്കി വരുന്ന പാല് നമുക്ക് പല രീതിയിലായിട്ട് നമുക്ക് ഇതുപോലെ വൈവിധ്യമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നന്ദി.